ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ആമേൻ 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. ഹല്ലേലൂയ. ആമേൻ. അതേ പ്രിയമുള്ളവരെ, ആമേൻ. സ്തോത്രം. ദൈവം തൻ്റെ ജ്ഞാനത്താൽ ഈ ഭൂമിയെ സൃഷ്ടിച്ചു. ആമേൻ. തൻ്റെ ജ്ഞാനത്താൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച് ആമേൻ തൻ്റെ ജീവനെ നൽകി. ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മെ ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നു. ജീവനുള്ള ദേഹികളായി നാം ഇന്ന് സ്തോത്രം കാണുകയും കേൾക്കുകയും ആമേൻ ജോലി ചെയ്യുകയും ആമേൻ ഈ ലോകത്തിൻ്റെ കാര്യാദികളിൽ സ്തോത്രം നാം ഭാഗവാക്കുകളായി ആമേൻ ദൈവം നമ്മെ ഉപയോഗിച്ച് വരുന്നു. ആമേൻ. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആമേൻ ഞാൻ ആരാണ് ആമേൻ എന്ന് നാം നമ്മോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് അത്യാവശ്യമത്രയാണ്. ആമേൻ. പലപ്പോഴും നാം മറന്നു പോകുന്ന കാര്യമാണ് ആമേൻ നാം ആരാണ്. ആമേൻ. എന്നെ സൃഷ്ടിച്ചത് ആരാണ്? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിന് ഒരു ദൈവമുണ്ടോ? ആമേൻ. ഇതാരാണ് ഈ ലോകം ഇത്ര ഭംഗിയായി സൃഷ്ടിച്ചത്? നാം കാണുന്ന സൂര്യനെയും ചന്ദ്രനെയും, നാം കാണുന്ന മൃഗങ്ങളെയും മനുഷ്യരെയും, നമുക്ക് ചുറ്റുവട്ടമുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ച ഒരു ദൈവം ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ വളരെ അധികം പ്രത്യേകത ഉള്ള മനുഷ്യർ എത്ര. ഹല്ലേലൂയ. മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് ആമേൻ നാം വ്യത്യസ്തരത്രേ. ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാനുള്ള കഴിവുണ്ട്. നമുക്ക് ആഹാരം പാകം ചെയ്യുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. ആമേൻ. നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ആമേൻ. നാം ആഗ്രഹിക്കുന്നതൊക്കെയും സാധ്യമാക്കുന്നു. ആമേൻ. ഇന്ന് ലോകത്തിൽ കാണുന്ന സകല മെഷീനറിയും മനുഷ്യൻ്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ടവയത്രേ. ആമേൻ. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ജ്ഞാനമുണ്ട്, ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഒട്ടനവധി സ്തോത്രം അത്ഭുതങ്ങൾ നാം കാണുവാനും കഴിയുന്നുണ്ട്. ഹല്ലേലൂയ.